ലവൻ. അയ്യോ ചേട്ടാ, എവിടെയെങ്കിലും പോയി ഒളിച്ചു നിൽക്കും. അലമാരയിൽ ഒളിച്ചു നിൽക്കേണ്ട, കട്ടിനടിയിൽ പോയി ഒളിച്ചു നിന്നു. ഡും ഡും, ഡോർ ഓപ്പൺ. എന്താ ചേട്ടാ, നീ എന്തിത്രയും വൈകിയത് ഡോർ തുറക്കാൻ? അത് ഞാൻ വാഷ്റൂമിലായിരുന്നു. ശരി, അല്ല നീ എന്താ വിയർക്കുന്നു? അതല്ല ചേട്ടാ, എന്തിനാ ഇവിടെ വന്നത്? എൻ്റെ ചാർജർ എവിടെ? ഉണ്ട് നേഹ വിളിക്കുന്നുണ്ട്. ഇതാ ശരി, എന്നാ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ് ചേട്ടാ. ഗുഡ് നൈറ്റ്. ഡോർ ക്ലോസ്. അക്ഷയ് ചേട്ടാ എഴുന്നേറ്റതും ഞാൻ ഒറ്റ തള്ളിയിൽ റൂമിൽ നിന്ന് പുറത്താക്കി. എടീ എൻ്റെ ദൈവമേ, നിങ്ങൾ രണ്ടുപേരും സിംഗിളാന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ ഇവിടെ ഒന്നും ഇല്ലല്ലോ. വാ, അതൊക്കെ പോട്ട്. ഹെയർ കട്ട് ചെയ്യണ്ടേ, ബ്യൂട്ടി പാർലറും വേണം. എന്നെ കാണുകയെ കൺഫ്യൂഷനായി. ഏത് കളർ അടിക്കണം? റെഡ് അടിക്കാൻ തുടങ്ങി. റെഡ് ആണെങ്കിലും ബ്രൗൺ ആണെങ്കിലും കൺഫ്യൂഷനാണ്. പക്ഷെ പല്ലവി റെഡ് കളറും ബട്ടർഫ്ലൈ കട്ടും അടിച്ചു. മിത്ര, നീ എന്തേ ഹെയർ കട്ട് ചെയ്യുന്നില്ലേ? ഞാൻ കളർ അടിക്കുന്നേ ഉള്ളൂ, ഹെയർ കട്ട് ചെയ്യണമെന്ന് അമ്മ പറഞ്ഞിട്ട്. നിങ്ങളെല്ലാം മുടിയാം വാരാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷേ ഈ അമ്മയാണെങ്കിൽ അതാറ്റ വെട്ടിയ കൈ വെട്ടുമെന്ന് പറഞ്ഞിരിക്കാം. പിന്നെ ബ്രൗൺ കളർ അടിച്ചു. പിന്നെ ദിയ ആളുടെ ലെയർ കട്ട്, പിന്നെ ആളുടെ മുടി ഒന്ന് സ്ട്രെയിറ്റ് ആക്കി കേട്ടോ. വെറുതെ ഇരിക്കുകയല്ലേ നൂഡിൽസ് പോലത്തെ മുടി. പക്ഷെ ആളുടെ നൂഡിൽസ് പോലത്തെ മുടിയാണ് ഇഷ്ടമെന്ന് പറഞ്ഞതുകൊണ്ട് ചെറുങ്ങനൊന്ന് ആൾ സ്ട്രെയിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ, മുന്നിൽ മാത്രം. പിന്നെ ബ്രൗൺ കളർ അടിച്ചു. 1 മണിയായി, ഫുഡ് കഴിക്കാത്തത് കാരണം എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ എന്നെ കൊല്ലുക. ഫുഡ് നമ്മൾ മന്തി കഴിച്ചു. ഇവർ രണ്ടുപേരും അത് ഞാൻ പൊറോട്ടയും ബീഫും തിന്നു. പിന്നെ ഒരു ഐസ്ക്രീം തിന്ന് നമ്മൾ മെഹന്തി ഡേക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയും ജ്വല്ലറീസ് എടുക്കാൻ വേണ്ടി നമ്മളുടെ 3 ആളുടെ അമ്മമാരുടെ അച്ഛന്മാരുടെ അടുത്ത് വന്നു. അയ്യോ, 3 പേരും ഞെട്ടിപ്പോയി. എന്തിനാണ് 3 പേരും ഞെട്ടിപ്പോയത്? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എപ്പിസോഡ് 12. അയ്യോ മാനസ, അല്ല ഇത് ഇവളെന്തിവിടെ? ഹായ് ആൻറ്റി. ഓ മോളെ വാ, ഈ കുരുപ്പ് എന്തിവിടെ? അതെന്നെയല്ലേ ഞാനും വിചാരിക്കുന്നത്. ആൻറ്റി എന്നാ ഞാൻ പോയി പിന്നെ വരാം ആൻറ്റി. എന്നാൽ ശരി മോളെ. ഞാൻ അവൾക്കൊരു പുച്ഛച്ചിരിയും കൊടുത്തു നിന്നു. പിന്നെ ഡ്രസ്സും ജ്വല്ലറീസും എടുത്ത് വീട്ടിൽ വന്നു. എടാ മോനെ ചേട്ടാ, എന്താടി കുഞ്ഞു ചേട്ടാ, ഇന്ന് ജ്വല്ലറി വെച്ചൊരു കീടിലൻ ചെക്കനെ ഞാൻ കണ്ടു എന്നേ. എടി നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് ചേട്ടാ, പോടാ ചേട്ടാ. എന്താ കണം ഭംഗിന്നറിയും. അത് പറഞ്ഞ റൂമിലേക്ക് വന്നു. ഒരു കാറ്റ് വന്ന് റൂമിലടച്ച് ഞാൻ ഭിത്തിയിൽ കെട്ടി നിൽക്കുക. ഞാൻ പതിയെ കണ്ണു തുറന്നു. 2 ബ്രൗൺ കണ്ണുകൾ, എൻ്റെ സ്വപ്നത്തിൽ അതേ കണ്ണുകൾ തന്നെ, പക്ഷെ അത് രക്തവർണ്ണമായിരിക്കുകയാണ്. കണ്ണിൻ്റെ വെള്ള കളർ. ഞാൻ എന്തായെന്ന് ചോദിച്ചപ്പോൾ പതിയെ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ചെവിയിൽ വന്ന് നിന്ന്, ഞാൻ അല്ലാതെ വേറൊരാളും എനിക്ക് വേണം അതും പറഞ്ഞ് വലിയ ഉച്ചത്തിൽ വാതിലടച്ചു. ഞാൻ ഇതെന്താ ഇപ്പം നടന്നത് എന്ന് വിചാരിച്ച് ഞാൻ റെഡ് ബെഡിൽ ഇരിക്കുവാണ്. രാവിലെയായി. കുഞ്ഞു, നീ എത്ര നേരമായി വെയിറ്റ് ചെയ്യുക? തീയ വന്നിട്ടുണ്ട്. തീയ വാ പോകാം. എടി പെണ്ണ് കാണാൻ പോവാണോ? എന്താ നല്ല ഭംഗിയുണ്ട് നിൻ്റെ ഈ യെല്ലോ ഡ്രസ്സ്. വാ പോകാം. ദിയ എന്തിട്ട് അവനോട് മിണ്ടാത്തത്? ദിയ ആരോടാണ് മിണ്ടാത്തത്? എന്താകും മിത്രയുടെയും ഇതുവിൻ്റെയും? അവർ ഇഷ്ടമാണോ? ഉണ്ടാവും. കേൾക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. യുവർ സ്റ്റോറി ടെല്ലർ എപ്പിസോഡ് 13. നീ എന്താ മിണ്ടാത്തത്? എടി അമ്മയ്ക്കിനോട് മിണ്ടാത്തത് ഇഷ്ടമല്ല. എന്താടി നീ അമ്മയെ നോക്കി നിന്നു? അവനെ ഇഷ്ടമല്ലേ? നീ പ്രപ്പോസ് ചെയ്. മിത്ര ഇത് ചളിവെള്ളമാണ്. ഒറ്റ ചവിട്ടി നീ ചളിവെള്ളത്തിൽ വീഴും. എടി എന്നെക്കാളും ചെറുതാണവൻ. എത്ര നേരമായി നിങ്ങൾ നോക്കുക? ഒന്ന് വേഗം വാ. എടി നിങ്ങളോട് 2 ആളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താടി? ഞാൻ ഇന്നലെ നടന്ന കാര്യം മൊത്തം പറഞ്ഞു കൊടുത്തു. 2 വാ തുറന്നിരിക്കുക. എടി എന്തോ കഴിഞ്ഞു ഇത് അങ്ങനെയൊക്കെ ചെയ്തോ? അതല്ലേ ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ദിയ തന്നെ വെള്ളാര കണ്ണുകൾ നോക്കുക. കണ്ടത് വേറെ ആരുമല്ല, നമ്മുടെ വരുണ ആൾ നോക്കുക. ഇരിക്കാം. പക്ഷേ പെണ്ണിനൊരു മൈൻഡും ഇല്ല. അവർ തമ്മിൽ എന്താടി പ്രശ്നം? അത് അവളുടെ അമ്മ വിടുന്നില്ല. പല്ലവി എന്താടി, ഞാൻ അക്ഷയ വാങ്ങി നോക്കിക്കഴിഞ്ഞു. ഞാനോ? അല്ല വാ ചേട്ടാ, ഹൽദി ഇട്ട് കൊടുക്കാം. നമ്മൾ 3 പേരും ചേട്ടന്മാർക്ക് മഞ്ഞൾ കുളിപ്പിച്ചു. ദിയെ കാണുന്നില്ലല്ലോ, എവിടെ പോയി പല്ലവി? ദിയെ കാണുന്നില്ല, എവിടെ പോയതായിരിക്കും? ബാക്കി കേൾക്കുവാൻ മിത്രയുടെ പറഞ്ഞത് കേട്ട് എന്തിനാണ് അവൻ ഞെട്ടിയിട്ടുള്ളത് കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. യുവർ സ്റ്റോറി ടെല്ലർ മലയാളം.